ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിലൂടെ, വിശേഷാൽ പഴയ നിയമ തിരുവെഴുത്തുകളിലൂടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഏത് നിലയിലാണ് പരിശുദ്ധാത്മാവായ ദൈവം ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ള പഠനത്തിന്റെ ഷോർട്ട് വീഡിയോയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യെസ്രായുടെ പുസ്തകത്തിൽ ഊറീമും തുമ്മീമും ഉള്ള മഹാപുരോഹിതൻ എന്ന നിലയിൽ കർത്താവായ യേശുവിനെ അവതരിപ്പിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. നെഹമ്യാവിനെ നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിന് ശേഷം അവിടെ പ്രവാസത്തിലേക്ക് പോയ ആളുകളെ ദൈവ നിയോഗപ്രകാരം കൂട്ടിക്കൊണ്ട് വന്ന് ദൈവത്തിന്റെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത സ്വജനപക്ഷപാതി, തന്റെ ജനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി അത്യന്തം അധ്വാനിച്ചവനും കർത്താവിനെ ഭയപ്പെട്ടവനുമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ആലയ നിർമ്മാണമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ ആലയം പണിയുന്ന നല്ല പണിക്കാരനായിട്ട് നമ്മുടെ കർത്താവിനെ നാം കാണുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, കർത്താവായ യേശു പത്രോസിനോട് സംസാരിക്കുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പ്രവൃത്തികളുടെ പുസ്തകം 2:47 വായിക്കുന്നു, കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരെ ആണ് സഭയോട് ചേർക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്തിനോട് ചേർക്കുന്നു? സഭയോട് ചേർക്കുന്നു. ആരെ ചേർക്കുന്നു? രക്ഷിക്കപ്പെടുന്നവരെ ചേർക്കുന്നു. എപ്പോൾ, എങ്ങനെ ചേർക്കുന്നു? ദിനംപ്രതി കർത്താവിന്റെ സഭയോടെ ചേർത്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ സാധാരണ ചെയ്ത് പറയുമ്പോൾ ഇന്നിന്നാരുടെ പേരുകൾ എന്ന് പറഞ്ഞാണ് സഭയുടെ പേരുകൾ പറയാറുള്ളത്. സഭ നമ്മുടെ കർത്താവിന്റെ വകയാണ്. കുര്യാക്കോൺ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ബിലോങ്ങിങ് ടു ദ ലോർഡ് എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ ദൈവത്തിന്റെ ആലയമാണ്. 1 Corinthians 6:19, 3:16 ഈ വാക്യങ്ങളിൽ സഭ ദൈവത്തിന്റെ ആലയമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ആലയം നിർമ്മിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ രക്ഷിതാവായ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ആലയ നിർമ്മിതാവ് എന്ന നിലയിൽ നെഹമ്യാവും കൂട്ടരും ദൈവത്തിന്റെ ആലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തതുപോലെ നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ ആലയത്തെ നിർമ്മിക്കുന്ന അതിശ്രേഷ്ഠനായ നിർമ്മിതാവ് എന്ന നിലയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.